നമസ്കാരം. മുമ്പ് വന്ന സകല സർക്കാരും അവഗണിച്ച ഒരിടം ഇന്ന് മോദി സർക്കാർ വന്നതിന് ശേഷം അവിടം സ്വർഗമാണ്. ഇപ്പോഴിതാ കാശ്മീരിൽ 1250ഓളം സ്കൂളുകൾക്ക് RSSന്റെ പോഷക സംഘടനയായ രാഷ്ട്രീയ സേവാ ഭാരതി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഏകൽ വിദ്യാലയ നടപ്പിലാക്കുന്നു. ഏകൽ വിദ്യാലയ അഭിയാൻ പ്രൊജക്ടിന് കീഴിൽ ഭാരതീയതയും ഹിന്ദുസ്ഥാനിയായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയുള്ള ചർച്ചകളും ഖുറാൻ പാരായണവുമൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. RSSന്റെ വിദ്യാഭ്യാസ വിഭാഗമാണ് സേവാഭാരതി. ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാതത്ര വികസനങ്ങളാണ് ജമ്മു കാശ്മീരിലേക്ക് മോദി സർക്കാർ കൊണ്ടുപോയത്. മറ്റു രാജ്യങ്ങൾ ഇന്ന് അസൂയയോടെ നോക്കും വിധം കാശ്മീർ സുന്ദരമാണ്. അതിർത്തി രാജ്യങ്ങളെ പിണക്കുവാതിരിക്കാൻ മനഃപൂർവ്വം അവഗണിച്ച ജമ്മു കാശ്മീരിനെ ഇന്ത്യയെ സകല മേഖലകൾ കൊണ്ടും ശക്തിപ്പെടുത്തി മോടി പിടിപ്പിച്ച മോദി സർക്കാരിനെ കാശ്മീരി താഴ്വര ഒരിക്കലും മറക്കില്ല. കാശ്മീരിലെ 10 ജില്ലകളിലായാണ് 1250 ഏകൽ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ 180ഓളം സ്കൂളുകൾ ബാരാമുള്ള ജില്ലയിലാണ്. നിരവധി ഭീകരാക്രമണം നടന്ന ജില്ല കൂടിയാണിത്. ഏകൽ വിദ്യാലയങ്ങളുടെ എണ്ണത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 53% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം 800 വിദ്യാലയങ്ങളാണ് ഉണ്ടായിരുന്നത്. 2 വർഷത്തിനിടെ അത് 1250ആയി ഉയർന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വർഗീയവാദികളാണെന്ന് പലരും RSSനെ മുദ്ര കുത്തുമ്പോഴും ഇത്തരത്തിലുള്ള സേവനങ്ങൾ അതിനെയെല്ലാം തച്ചുടയ്ക്കും വിധമാണ്. മുസ്ലിം വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന സ്കൂളാണിത്. പ്രത്യേകിച്ചും പെൺകുട്ടികളാണ് ഈ സ്കൂളുകളിൽ ധാരാളമായി എത്തുന്നത്. മുസ്ലിം അധ്യാപകരും അവിയൻ പ്രമുഖരും ചേർന്നാണ് സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്നത്. 5 മുതൽ 6 അംഗങ്ങൾ വരെയുള്ള വില്ലേജ് കമ്മിറ്റികൾ സ്കൂളുകളുടെ മേൽനോട്ടം വഹിക്കുന്നു. അവരിൽ ചിലർ പഞ്ചായത്ത് പ്രതിനിധികൾ കൂടിയാണ്. കാശ്മീരി സംസ്കാരവും ദേശ സംസ്കാരവും ഹിന്ദുസ്ഥാനിയുടെ കടമകളും കുട്ടികളെ പഠിപ്പിക്കുക എന്നാണ് ഈ വിദ്യാലയങ്ങളുടെ ലക്ഷ്യമെന്ന് കമ്മിറ്റിയിലെ മുതിർന്ന അംഗം പറയുന്നുണ്ട്. കാശ്മീരി ഉറുദു ഭാഷയിലാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. തങ്ങളുടെ കുട്ടികൾ തീവ്രവാദി ഗ്രൂപ്പുകളിലോ കല്ലെറിയുന്നവരുടെ കൂട്ടത്തിലോ ചേരുന്നത് കാണാൻ തങ്ങൾക്ക് സാധിക്കില്ല. അവർ ലഹരിക്ക് അടിമകളാകുന്നത് കാണാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പ്രൊജക്ടുമായി ബന്ധപ്പെട്ട പ്രതിനിധിയുടെ വാക്കുകളാണിത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ബാരാമുള്ളയിലെ ഏകൽ വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥി പോലും പഠനം ഉപേക്ഷിച്ച് പണത്തിനായി കല്ലെറിയുന്നവരുടെ കൂട്ടത്തിൽ ചേർന്നിട്ടില്ല. അഭിമാനമുള്ള ഹിന്ദുസ്ഥാനി മുസ്ലിങ്ങളാണ് അവർ. അവരെ ഞങ്ങൾ ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട്. സംഘടനയിൽ നിന്ന് ആരും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടില്ല. പ്രതിനിധി കൂട്ടിച്ചേർത്തു. യഥാർത്ഥ മുസ്ലിങ്ങൾ ആരും അങ്ങനെ ചെയ്യുകയുമില്ല. ഖുറാൻ അതല്ല അവരെ പഠിപ്പിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് അവരുടെ അസ്തിത്വത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് കാശ്മീരിലെ പ്രാദേശിക ജനതയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഏകൽ വിദ്യാലയം പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷമായി ഈ സംരംഭത്തിന് പിന്തുണ വർദ്ധിച്ചു വരികയാണ്. ദേശീയോദ്ഗ്രഥനം എന്ന ആശയത്തോട് പ്രാദേശിക ജനത കൂടുതൽ അനുഭാവം കാണിക്കുന്നുവെന്നും അതിന്റെ ഭാഗമായി മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെന്നുമാണ് മുതിർന്ന അംഗങ്ങളുടെ വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത് ഭാരത് വികസിത് ജമ്മു കാശ്മീർ സമ്മേളനം കഴിഞ്ഞ മാസം കാശ്മീരിൽ വെച്ച് നടന്നിരുന്നു. വലിയ പ്രതികരണമാണ് പരിപാടിക്ക് ലഭിച്ചതെന്നും അംഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. സ്കൂളുകളുടെ നടത്തിപ്പിനായി ഏകൽ വിദ്യാലയ അഭിയാന് 4 തലത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഘടനയുണ്ട്. അഞ്ചൽ അഭിയാൻ പ്രമുഖ്, പ്രശിക്ഷൺ പ്രമുഖ്, മൂല്യാങ്കൻ പ്രമുഖ്, ജാഗരൺ പ്രമുഖ് എന്നിവരാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഈ പദവികളിലെല്ലാം കാശ്മീരി മുസ്ലിങ്ങളും പ്രവർത്തിച്ചു വരുന്നുണ്ടെന്ന് മുതിർന്ന കമ്മിറ്റി അംഗം പറയുന്നു. 70%-ലധികം അധ്യാപകരും സ്ത്രീകളാണ്. ജമ്മു കാശ്മീരിലെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ സിലബസ് ആണ് പദ്ധതി പിന്തുടരുന്നത്. ചില കുട്ടികളുടെ ഗ്രാമങ്ങളിൽ സ്കൂളുകൾ പോലുമില്ല. ചിലർ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. വിദ്യാഭ്യാസ ചെലവ് താങ്ങാനാകാത്തവരാണിവർ. ഒരു അധ്യാപിക പറയുന്നു, കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പൊതുവിഷയങ്ങളെ കൂടാതെ ദേശീയ ആശയങ്ങളെ പറ്റിയും കാശ്മീരി അസ്തിത്വത്തെ പറ്റിയും അവരെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കാശ്മീരിന്റെ ചരിത്രത്തെ പറ്റിയും അവർ പഠിപ്പിക്കുന്നു. അധ്യാപിക കൂട്ടിച്ചേർക്കുന്നു. കാശ്മീർ താഴ്വരയെ അറിയാത്തവർക്ക് അവർ കടന്നു വന്ന വഴികളോ അവരുടെ ജീവിതമോ മനസ്സിലാവില്ല. അവർ അവിടെ നേരിടുന്ന അസമത്വത്തിന് ബോധവൽക്കരണം നൽകുന്ന അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന കാശ്മീരിന്റെ മുഖം തേച്ചു മിനുക്കുന്ന ഇവരെ നമ്മൾ എങ്ങനെയൊക്കെ അഭിനന്ദിച്ചാലും അത് പൂർത്തിയാവുന്നതല്ല.